صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. ഇനി മയ്യിത്ത് നിസ്കാരം. ഇപ്പോഴും മയ്യിത്ത് നിസ്കാരത്തെക്കുറിച്ച് അറിയാത്തവരുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ? എന്നാൽ സത്യം അതാണ്. ഇത് ജയ്സൽ. ബാപ്പയുടെ മയ്യിത്ത് പള്ളിയിലേക്കെടുത്ത് എല്ലാവരും സ്വഫായി നിന്നിട്ടും ജയ്സൽ ഹൗലിങ്കിൽ നിന്ന് പരുങ്ങുകയാണ്. എന്താണ് കാരണമെന്ന് പറയേണ്ടതില്ലല്ലോ. ജയ്സലിന്റെ ഗതി നമുക്ക് വരാതിരിക്കാൻ മയ്യിത്ത് നിസ്കാരം പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഏത് നിമിഷവും ഇതിന്റെ ആവശ്യം വരാം. മയ്യിത്ത് പുരുഷനാണെങ്കിൽ തലഭാഗത്തും സ്ത്രീയാണെങ്കിൽ ഉദരത്തിന്റെ ഭാഗത്തുമാണ് ഇമാം നിൽക്കേണ്ടത്. ആദ്യമായി നിയ്യത്ത്. ഈ മയ്യിത്തിന്റെ മേൽ ഫർളായ നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു. നിയ്യത്തോടെ തക്ബീറത്തുൽ ഇഹ്റാം ഉച്ചരിച്ച് കൈകെട്ടുന്നു. ഇത് മയ്യിത്ത് നിസ്കാരത്തിലുള്ള ഒന്നാം തക്ബീർ. ഇങ്ങനെ 4 തക്ബീറുകളാണ് മയ്യിത്ത് നിസ്കാരത്തിലുള്ളത്. ഒന്നാം തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതുക. രണ്ടാം തക്ബീറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. ചുരുങ്ങിയത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ. പൂർണ്ണ സ്വലാത്ത് ഞാൻ മത്തഹിയാത്തിൽ ഓതുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലൽ ഉത്തമമാണ്. മൂന്നാം തക്ബീറിന് ശേഷം മയ്യിത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇവിടെയാണ് പലരും അങ്കലാപ്പിലാവാറുള്ളത്. അല്ലാഹുമ്മ ഗഫിർ ലഹു എന്നെങ്കിലും മറക്കാതിരിക്കുക. ഇത് ചൊല്ലിയാൽ ബാധ്യത വീടി. പൂർണ്ണമായ പ്രാർത്ഥന ഇതാണ്: اللهم اغفر له وارحمه واعف عنه وأكرم نزله ووسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما ينقى الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة وأعذه من عذاب القبر ومن فتنته ومن عذاب النار. നാലാം തക്ബീറിന് ശേഷം ചൊല്ലൽ സുന്നത്തായ ദുആ: اللهم لا تحرمنا أجره ولا تفتنا بعده واغفر لنا وله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ചൊല്ലാൻ അറിയാത്തവർ നാലാം തക്ബീറിന് ശേഷം സലാം വീട്ടിയാൽ മതി. എങ്കിലും ചൊല്ലാൻ പഠിക്കുക. ഇനി സലാം വീട്ടൽ. വലതുഭാഗത്തേക്ക് തലതിരിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് തന്നെ ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞും ചൊല്ലുക. മറഞ്ഞ മയ്യിത്താണെങ്കിൽ ഇന്നാലിന്റെ മയ്യിത്തിന്റെ മേൽ ഞാൻ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഇമാം നിസ്കരിക്കുന്ന മയ്യിത്തിന്റെ മേൽ നിസ്കരിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു എന്നൊക്കെ ചൊല്ലുന്നത് മയ്യിത്ത് പുരുഷനാണെങ്കിലാണ്. സ്ത്രീയാണെങ്കിൽ അല്ലാഹുമ്മ ഗഫിർ ലഹ വർഹംഹ എന്ന്. 2 പേർക്കാണ് നിസ്കരിക്കുന്നതെങ്കിൽ അല്ലാഹുമ്മ ഗഫിർ ലഹുമ വർഹംഹുമ എന്നിങ്ങനെയും, 2-ലധികം മയ്യിത്തുകൾക്കാണെങ്കിൽ അല്ലാഹുമ്മ ഗഫിർ ലഹും വർഹംഹും എന്നിങ്ങനെയാണ് ചൊല്ലേണ്ടത്. ഓർത്തുവെക്കാൻ ചില മസ്അലകൾ. 3 പ്രാവശ്യം തുടർച്ചയായി അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാവും. അവിടെയും ഇവിടെയും ചൊറിഞ്ഞും മാന്തിയും നിന്നാൽ കാര്യം അപകടം തന്നെ. മൊബൈൽ റിംഗ് ചെയ്യുമ്പോൾ ബേജാറോടെ അത് ഓഫാക്കാൻ എടുക്കുമ്പോഴും അക്കിടി പറ്റാറുണ്ട്. സെഫിൽ നിന്ന് മുന്നോട്ടോ പിന്നോട്ടോ നീങ്ങി നിൽക്കുമ്പോഴും ശ്രദ്ധിക്കുക. ഒരു കാലടി വെച്ച് അതിന്റെ അനക്കം അടങ്ങിയ ശേഷം അടുത്ത കാൽ വെക്കുക. 3 പ്രാവശ്യം തുടർച്ചയായി അനക്കം അടങ്ങാതെ വെച്ചാൽ നിസ്കാരം ബാത്തിലാവും. അനക്കം അടങ്ങിയാണ് വെക്കുന്നതെങ്കിൽ എത്ര കാലടിയും വെക്കാം. സ്ത്രീകൾ നിസ്കരിക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്ത്രീകളുടെ ഇമാം നിൽക്കേണ്ടത് പുരുഷന്മാരെ പോലെയല്ല. 1-ാം സഫിന്റെ മധ്യത്തിൽ അല്പം മുന്തിയാണ് ഇമാം നിൽക്കേണ്ടത്. മുഖമക്കനെ ധരിക്കുമ്പോൾ ചിലർ കഴുത്ത് വെളിവാക്കാറുണ്ട്. ഇത് തെറ്റാണ്. മുഖത്തിന്റെ പരിധി താടിയെല്ലിന്റെ അറ്റം വരെയാണല്ലോ. കഴുത്തിന്റെ ഭാഗങ്ങൾ വെളിവാകാതെ നോക്കണം. സമിയല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് കൈ ഉയർത്തുമ്പോൾ മുൻകൈയിന്റെ ഭാഗത്തു നിന്ന് നിസ്കാരക്കുപ്പായം താഴേക്കിറങ്ങാറുണ്ട്. തണ്ടൻ കൈ കാണുന്നു. ഔറത്താണിത്. ഇങ്ങനെ വെളിവായാൽ നിസ്കാരം ബാത്തിലാണ്. മുൻകൈയിന്റെ ഭാഗം ബട്ടണോ മറ്റോ കൊണ്ട് ഭദ്രമാക്കേണ്ടതാണ്. സുജൂദ് ചെയ്യുമ്പോൾ കാൽ ഒരിക്കലും പുറത്ത് കാണരുത്.
നിസ്കാരക്കുപ്പായത്തിന്റെ ഉള്ളിൽ തന്നെയായിരിക്കണം. സ്ത്രീകൾക്ക് ഇമാമായി സ്ത്രീക്ക് നിൽക്കാം. മഅ്മൂമുകളിൽ പുരുഷന്മാരുണ്ടെങ്കിൽ കുട്ടികളാണെങ്കിൽ പോലും സ്ത്രീക്ക് ഇമാമാവാൻ പറ്റില്ല. പരിപൂർണമായ രീതിയിൽ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.